നമസ്കാരം. IPL-ൽ ഇത്തവണ മുംബൈ ഇന്ത്യൻസ് ടീമിനേറ്റ വൻ നാണക്കേട് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയുടെ സ്ഥാനം ചോദ്യചിഹ്നമാക്കിയിരിക്കുകയാണ്. കരിയറിൽ ഉടനീളം സൃഷ്ടിച്ചെടുത്ത ഇമേജാണ് ഹർദിക് പാണ്ഡ്യ ഈ ഒറ്റ IPL സീസൺ കൊണ്ട് തെറിപ്പിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻസിയിലും ബാറ്റർ എന്ന നിലയിലും അതുപോലെ തന്നെ ബോളർ എന്ന നിലയിലും മൊത്തത്തിൽ ഓൾറൗണ്ടർ എന്ന നിലയിലെല്ലാം തന്നെ ഹർദിക് അൻപേ പരാജയമായിരുന്നു ഈ ഒരു സീസണിൽ. മുംബൈയെ തോൽവിയുടെ പടുകുഴിയിൽ എത്തിച്ച നായകൻ. ഇത്തരത്തിൽ ഒരുപാട് പരിഹാസങ്ങൾക്കും ഹർദിക് കേൾക്കേണ്ടി വന്നു. ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ആദ്യത്തെ ടീമായും മുംബൈ മാറി. സീസണിൽ ഒരു മത്സരം ബാക്കി നിൽക്കെ വെറും 4 എണ്ണത്തിൽ മാത്രമാണ് ഹർദിക്കിനും സംഘത്തിനും ജയിക്കാനായത്. ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ഹർദിക്കിന്റെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമല്ല, ടീമിൽ നിന്ന് പോലും ഒഴിവാക്കണമെന്ന ആവശ്യം ആരാധകർക്കിടയിൽ പോലും ശക്തമാണ്. ഇതിനെക്കുറിച്ച് പുനരാലോചിക്കുകയാണ് ഇപ്പോൾ മുംബൈ ടീമും. ഹർദിക്കിനെ നിലനിർത്തിയത് കൊണ്ട് എന്തുണ്ട് നേട്ടം? എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഹർദിക്കിനെതിരെ തിരിഞ്ഞ ടീമിലെ സീനിയർ താരങ്ങളടക്കം എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ പക്ഷം കൂടി കേൾക്കാതിരിക്കാൻ വഴിയില്ല മുംബൈക്ക്. അവരെ തഴങ്ങിക്കൊണ്ട് ഹർദിക്കിനെ ക്യാപ്റ്റനാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥ വന്നാൽ എന്തായാലും ഹർദിക് പാണ്ഡ്യയെ മുംബൈക്ക് കൈവിട്ടേ മതിയാകൂ. എന്നാൽ മുംബൈ ടീം ഹർദിക്കിനെ കൈവിടുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. രോഹിത് ശർമ്മയ്ക്ക് പകരം ദീർഘകാലത്തേക്കുള്ള ക്യാപ്റ്റനായിട്ടാണ് ഹർദിക്കിനെ അവർ ടീമിലെത്തിച്ചത്. എന്നാൽ അദ്ദേഹം ക്യാപ്റ്റൻ ആയതിനു ശേഷം മുംബൈ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സീനിയർ കളിക്കാരടക്കം പലരും ഹർദിക്കിന്റെ ക്യാപ്റ്റൻസി ശൈലിയോട് ഒട്ടും തന്നെ പൊരുത്തപ്പെടുന്നതുമില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഹർദിക്കിനെ കൈവിടുമോ എന്ന വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നത്. ഹർദിക്കിനെ മുംബൈ കൈവിട്ടാൽ ഏതായിരിക്കും അടുത്ത തട്ടകം? അതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ചില ടീമുകൾക്ക് ലേലത്തിൽ അദ്ദേഹത്തെ തീർച്ചയായും നോട്ടമിടാൻ സാധിക്കുന്നതാണ്. മുംബൈ ഒഴിവാക്കിയാൽ ഹർദിക്കിനെ ലേലത്തിൽ വാങ്ങിക്കാനാകുന്ന ടീമുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പഞ്ചാബ് കിങ്സ് ആണ് ഹർദിക്കിന് വേണ്ടി രംഗത്തിറങ്ങാവുന്ന ഒരു ടീം. ഇതുവരെ IPL-ൽ കിരീടമുയർത്താൻ ഭാഗ്യമുണ്ടായിട്ടില്ലാത്ത ടീമുകളിൽ ഒന്നാണ് പഞ്ചാബ്. ഇന്ത്യയുടെ വെറ്ററൻ ഓപ്പണർ ശിഖർ ധവാൻ അവരെ അടുത്ത സീസണിലും നയിക്കാൻ എന്തായാലും സാധ്യതയില്ല. ഈ സീസണിന് ശേഷം ധവാനെ പഞ്ചാബ് കൈവിടുമെന്ന ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ പുതിയൊരു നായകനെ അവർക്ക് അത്യാവശ്യമാണ്. ഈ റോളിലേക്ക് വളരെ അനുയോജ്യനായ താരം കൂടിയാണ് ഹർദിക് പാണ്ഡ്യ. അദ്ദേഹത്തിന് കീഴിൽ പുതിയൊരു ടീമിനെ അടുത്ത സീസണിൽ വാർത്തെടുക്കാനായിരിക്കും പഞ്ചാബ് ശ്രദ്ധിക്കുന്നത്. IPL-ലെ മറ്റൊരു നിർഭാഗ്യവാന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഹർദിക്കിനെ അടുത്ത സീസണിൽ ലക്ഷ്യമിടാവുന്ന രണ്ടാമത്തെ ടീം. അദ്ദേഹത്തിന് ഏറെ അനുയോജ്യമായ മറ്റൊരു ടീമായിരിക്കും അവർ. മാത്രമല്ല പഞ്ചാബിലേതുപോലെ RCB-യിലും ഹർദിക്കിന് ക്യാപ്റ്റൻസി ലഭിച്ചേക്കും. കാരണം നിലവിലെ നായകനും സൗത്ത് ആഫ്രിക്കൻ വെറ്ററൻ താരം കൂടിയായ ഫാഫ് ഡു പ്ലസിയെ ഈ സീസണിന് ശേഷം അവർ എന്തായാലും നിലനിർത്താനിടയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ പുതിയൊരു നായകനെ RCB തിരയേണ്ടി വരികയും ചെയ്യും. ഇതുവരെ ചാമ്പ്യന്മാരായിട്ടില്ല എങ്കിലും IPL-ൽ ഏറ്റവും അധികം ആരാധകരുള്ള ടീമുകളിൽ ഒന്നാണ് RCB. അതുകൊണ്ട് തന്നെ ഹർദിക്കിന് തീർച്ചയായും ചിലപ്പോൾ ഒരു അവസരം കൊടുത്തേക്കാനും സാധ്യതകൾ ഏറെയാണ്. വിരാട് കോഹ്ലിയുമായി വളരെ നല്ല സൗഹൃദം പുലർത്തുന്നയാൾ കൂടിയാണ് പാണ്ഡ്യ. അതുകൊണ്ട് തന്നെ RCB-യിൽ ഹർദിക്കിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ മുൻ ജേതാക്കളായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഹർദിക്കിനെ നോട്ടമിടാൻ സാധ്യതയുള്ള മൂന്നാമത്തെ ടീം. നിലവിലെ ക്യാപ്റ്റനും ഓസ്ട്രേലിയൻ പേസറുമായ പാറ്റ് കമ്മിൻസിനെ സീസണിന് ശേഷം SRH നിലനിർത്തുമോ എന്ന കാര്യം സംശയമാണ്. കമ്മിൻസിനെ നിലനിർത്തിയില്ലെങ്കിൽ നായക സ്ഥാനത്തേക്ക് ഹർദിക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. മികച്ച ഇന്ത്യൻ താരങ്ങളുടെ സാന്നിധ്യം കുറച്ച് സീസണുകളിലായി ഹൈദരാബാദിലുണ്ട്. ഹർദിക്കിനെ വാങ്ങിയാൽ ഈ ഒരു കുറവ് ഏറെക്കുറെ നികത്താൻ ഓറഞ്ച് ആർമിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ക്യാപ്റ്റന്മാരെ SRH മാറി മാറി പരീക്ഷിക്കുകയാണ്. ക്യാപ്റ്റൻസിയിലെ ഈ ഒരു കസേരകളെ അവസാനിപ്പിക്കാൻ ഹർദിക്കിനെ പോലെ ഒരാളെ കൊണ്ടുവരാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. എന്തായാലും ഹർദിക് പാണ്ഡ്യ മുംബൈ ടീമിൽ തന്നെ തുടരുമോ അതോ മുംബൈ മാനേജ്മെന്റ് ഹർദിക്കിനെ കൈവിടുമോ? ഇതാണ് ക്രിക്കറ്റ് ലോകം ഇനി ഉറ്റുനോക്കുന്നത്.